ഹായ് ഹലോ ഗായ്സ്. പൊതുവേ നമുക്കൊന്നും നെയ്ച്ചോറിൻ്റെ കൂടെ ആയിരിക്കും ചിക്കൻ കറി കൂടുതൽ ഇഷ്ടമല്ലേ. പക്ഷേ ഈ ഒരു കറി നമുക്ക് സാധാ ചോറിൻ്റെ കൂടി അടിപൊളിയാട്ടോ. അപ്പം നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതാ 2 ഉള്ളി, അതുപോലെ തന്നെ 3 തക്കാളി, ഒരു പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കറിവേപ്പിൻ്റെ ഇല ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണേ. അതായത് തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഇതുപോലെ പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. കാരണം എന്താ പറയുക, തരിതരിങ്ങനെ ഉണ്ടാവും. നന്നായിട്ട് പേസ്റ്റാക്കണം. എന്നിട്ട് നമ്മളൊരു കുക്കർ വെച്ചെടുക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്, പക്ഷേ ബട്ടർ ആണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കൂടും. എന്നിട്ട് നമ്മൾ മസാലപ്പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് തീ കുറച്ച് വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. മസാല മണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് തീ കൂട്ടി വെക്കരുത് കേട്ടോ. എന്താ പറയുക, മസാല കരിഞ്ഞു പോകരുത്, അതിനാണ് തീ കൂട്ടരുതെന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ അതിലോട്ട് ഒരു 4-5 ചുവന്നുള്ളി, എന്താ പറയുക, തൊലി കളഞ്ഞ് അരിയൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. കൂടെ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇതാക്കിയെടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല മസാലയൊക്കെ നന്നായിട്ട് മണമൊക്കെ മാറി വരും കേട്ടോ. ആ ഒരു സമയത്ത് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള നമ്മളെ മിക്സിൻ്റെ ജാറിലിട്ട് അരച്ച് വെച്ചില്ല പേസ്റ്റ്, ആ പേസ്റ്റ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ആ ജാറിൽ തന്നെ ഒരു ഇത്തിരിയും കൂടി വെള്ളം ചേർത്തുകൊണ്ട് അതും അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. കാരണം മിക്സിൻ്റെ ജാറിലൊക്കെ എന്തായാലും ഉണ്ടാവും കുറച്ചും കൂടെ. അപ്പം കുറച്ചും കൂടി വെള്ളം ചേർത്തുകൊണ്ട് അതൊന്ന് മിക്സ് ചെയ്ത് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കനൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. സാധാ പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക. കുറേ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ആവശ്യത്തിന് മാത്രം ഒഴിച്ച് കൊടുക്കുക. വെള്ളം പോലുള്ള കറിയല്ല കേട്ടോ. നല്ലൊരു തിക്നെസ് ഒക്കെ ഉണ്ടാവും ഇങ്ങനെ എല്ലാം അടിച്ചത് കൊണ്ടിട്ട്. അപ്പം കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് കുക്കർ ഒന്ന് മൂടി കൊടുത്ത് ഒരു 2 വിസിൽ മതി. കാരണം നമ്മൾ തിളച്ചതിന് ശേഷമല്ലേ കുക്കർ അടയ്ക്കുന്നത്. അപ്പം ബ്രോയിലർ കോഴിക്കൊന്നും അത്ര വലിയ വേവ് വരില്ല, ലഗോണിനല്ല നല്ല വേവുള്ളത്. അപ്പോൾ 2 വിസിൽ മതിയാവും കേട്ടോ. ഇതുപോലെ തിളച്ചതിന് ശേഷം കുക്കർ നമുക്ക് അടച്ചു കൊടുക്കാം. അതുപോലെ നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ സാദാ ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ഒരു കറിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, സിമ്പിളാണ്. അപ്പം മസ്റ്റ് ട്രൈ ചെയ്യേ. അപ്പം ഒന്നും കൂടി പറയാൻ കേട്ടോ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണേ.